അൻ യുഅ്തു ലിൽ ഖുർബാ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് ഫൽയഅഫൂ വൽയസ്ഫഹൂ വലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്താണ്? നിങ്ങളിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും നല്ല സാഹചര്യമുള്ള ആളുകൾ ഒരിക്കലും സത്യം ചെയ്യരുത്. പാവപ്പെട്ടവരും അകന്ന ബന്ധുക്കളോ അടുത്ത ബന്ധുക്കളോ അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവരോ ഒക്കെ ആളുകൾക്ക് ചെലവ് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശപഥം ചെയ്യരുത്. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് കൊടുക്കുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തിരുന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അബൂബക്കർ ഉടനെ പറഞ്ഞു, ബലാ യാ റബ്ബനാ ഇന്നാ നുഹിബ്ബു അൻ തഗ്ഫിറ ലനാ. അതേ റബ്ബേ, നീ പുറത്തു തരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ബിസ്താനിൽ നിന്ന് മുതൽ ചെലവിന് കൊടുത്തോളാം. സുബ്ഹാനല്ലാഹ്. അത് അത്രയും വലിയ അപവാദം സ്വന്തം മകളെ കുറിച്ച്. ആരാണ് സ്വന്തം മകള്? ചില്ലറക്കാരിയല്ല, ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ പ്രവാചക പത്നിയായ ഈ ആകാശത്തിന് മുകളിൽ നിന്ന് അവർ പതിവ്രതയാണ്, അവർ പരിശുദ്ധയാണ്, ഒരു കളങ്കവും ഇല്ലാത്തവരാണെന്ന് ആയത്ത് സൂറത്തുൻ നൂറിൽ ആയത്തിറങ്ങിയ ആ മഹദിയെ കുറിച്ച് അപവാദം പറഞ്ഞതിൽ അറിയാതെ കൂടിപ്പോയതാണ്. പക്ഷേ ഒരാൾക്കും സഹിക്കാത്ത തെറ്റാണത്. അവിടെയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ പൊറുക്കുക, അല്ലാഹ് പുറത്തുതരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പൊ മുൻകോപുള്ള ആളുകൾക്ക് പണ്ഡിതന്മാരെ പറയാറുണ്ട്, ഈ ഒരു മരുന്ന് നമ്മളിങ്ങനെ ഇടക്ക് ആലോചിക്കില്ല, അല്ലാഹ് എന്നോട് പുറത്തേണ്ടെങ്കിൽ അർറാഹിമൂൻ യർഹമുഹുർ റഹ്മാൻ അല്ലേ? ജനങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവർക്കാണ് അല്ലാഹ് റഹ്മത്ത് ചെയ്യുക. ആ നിലക്ക് നമ്മൾ അത് പരിശീലിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും മുസ്ലിമീങ്ങൾപ്പെട്ടവരാണെന്ന് ഇജ്ജത്തോടുകൂടി അഭിമാനത്തോടെ പറയാനും ആ നിലക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൽ പറഞ്ഞ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്ന ക്ഷമാലുക്കളും സഹനശീലുമായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് സഹനത്തോടു കൂടി വിവിധ രൂപത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ നേരിടുമ്പോൾ മുന്നോട്ട് പോകാനും അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു ക്ഷമാലുക്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത്തരം ക്ഷമാലുക്കൾ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു അതിൽ നിന്ന് മോചനവും വിജയവും നൽകി അവരെ സഹായിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين وذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم انصر اخواننا المستضعفين